ഒരു കല്യാണം കൂടാൻ പോവാം, അതൊരു സുഡാനി വെഡിങ്. അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ. നാട്ടിൽ നിന്ന് ഫാമിലി വന്നപ്പോഴത്തേക്ക് ഞാൻ 2-3 പ്രോഡക്റ്റ് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിലൊന്നാണ് ഈ ഒരു ഫേസ് സ്കാനഡർ സ്ട്രോപ്പ് ക്രീം. അത് ഞാൻ മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുന്നേ. എനിക്കങ്ങനെ ഭയങ്കര ഒരുപാട് വ്യത്യാസമൊന്നും തോന്നിയിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തേ. മേക്കപ്പിനെ പറ്റി അങ്ങനെ ഒരുപാട് വലിയ ധാരണയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഒന്ന് ചെയ്യും. ഇത് ബൾബ് കത്തിയിരിക്കുന്ന പടച്ചോനെ. അതിനുശേഷം ഈ മേബലിൻ്റെ ഈ ഒരു ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ട് കോമ്പാക്ട് പൗഡർ കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഞാൻ കുറേ ആയിട്ട് യൂസ് ആക്കും. പിന്നെ നമ്മുടെ ഈ ഡാസ്ലറിൻ്റെ ഈ ഐലൈനർ ഞാൻ നാട്ടിൽ നിന്ന് ആര് വന്നാലും കൊണ്ടുവരിക്കുന്ന ഒരേ ഒരു സാധനമായിരിക്കും ഇത്. എൻ്റെ കണ്ണൊരു മെനകെട്ട കണ്ണായതുകൊണ്ട് വേറെ എന്തെടുത്തിട്ട് എഴുതിയാലും കണ്ണ് എന്താ പറയുക നല്ല നീറ് ഉള്ളിക്ക്. ഞാനൊരു സ്മോക്ക്ഡ് ഐ ആണ് പ്രതീക്ഷിക്കുന്നത്, എന്താവും എന്നറിയത്തില്ല. ആ ഡാസ്ലറിൻ്റെ കാര്യം തന്നെ മേളിൽ എഴുതിയിട്ട് അതേപോലെ പിന്നെ ഐ ഷാഡോയിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഫുള്ളി ഒന്ന് എന്താ പറയുക സ്മഡ്ജ് ചെയ്ത് കൊടുത്ത്, പിന്നെ മേൽഭാഗത്ത് ആദ്യം ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഡാർക്കർ ഷെയ്ഡിലോട്ടാണ്. അങ്ങനെ ഒരു നല്ല മെറൂൺ ഷെയ്ഡ്, അതൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡും അതേപോലെ ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. ഞാൻ ഐ ഷാഡോ ഇടാൻ നിന്ന് നാട് മൊത്തമാവും, അതാണ് ഞാൻ തുടച്ച് കളയുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു ഗോൾഡ് റോസ് ഗോൾഡ് ആ ഒരു കളറില്ലേ, അതിൻ്റെ ഒരു ഗ്ലിറ്ററും പോലത്തെ ഉള്ളൊരു ഷെയ്ഡും കൂടെ എടുത്തിട്ട് മേളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് മസ്കാര ഇട്ട് കണ്ണിൻ്റെ ഇടം ഒന്ന് റെഡിയാക്കി. അതിനുശേഷം എൻവേബയുടെ ഈ ഒരു പാലറ്റ് എടുത്തിട്ട് അതിൽ അത് കോണ്ടോറാന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. അത് ഞാൻ ജസ്റ്റ് മൂക്കിൻ്റെ ആ ഒരു സൈഡിൽ അതേപോലെ കൗളിൻ്റെ അവിടെയൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കേ. അതെനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഏത് ബ്രാൻഡ്, അത് എവിടെ നിന്ന് വാങ്ങണം, അത് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊന്നും എനിക്ക് ഇതുവരെ അറിയത്തില്ല. എനിക്ക് അതും കൂടെ ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളാം. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിരുന്നത് മാഴ്സിൻ്റെ ബ്ലഷ് ഹവർ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലഷ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബ്ലഷ് എക്സ്ട്രാ ഓർഡർ ചെയ്യുന്നത്. സാധാരണ ലിപ്സ്റ്റിക് തന്നെ ആയിരിക്കും ഇടുന്നത്, പക്ഷേ അടിപൊളി ഷെയ്ഡായിരുന്നു. അതേപോലെ നല്ല കവറേജും കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു, ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. ബ്ലെൻഡ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം വാങ്ങിയത് മാഴ്സിന്റെ തന്നെ ഗ്ലോ ഫ്ലൈ എന്നും പറഞ്ഞിട്ട് ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആയിരുന്നേ. ഞാൻ മാഴ്സിന്റെ പ്രോഡക്റ്റിന്റെ ഒരു ഹ്യൂജ് ഫാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത് നല്ല അത്യാവശ്യം കവറേജ് ഒക്കെ, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗും ആണ്. നല്ല എന്താ പറയാ, ഹൈലൈറ്റർ ഇടുമ്പോൾ ആ ഒരു തിളക്കം കിട്ടൂല, അതൊക്കെ നല്ല അത്യാവശ്യം നിൽക്കും. നോർമലി ഹൈലൈറ്റർ ഞാൻ കൈ വെച്ചിട്ടാണ് ഇടുന്നത്. ഇത് ബ്രഷ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഷോ അടിച്ചിട്ട് അവസാനം വീണ്ടും ബ്രഷ് മാറ്റി കൈ വെച്ചിട്ടിട്ട് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഓഫ് കോഴ്സ് ലിപ്സ്റ്റിക്കും കൂടെ ആണ്. ഞാൻ മാറ്റ്സിന്റെ തന്നെ ഒരു ലിപ് ലൈനർ ആദ്യം യൂസ് ചെയ്ത്, പിന്നെ ഒരു മാറ്റ്സിന്റെ ഒരു നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അത് യൂസ് ആക്കി. ഞാൻ എല്ലാ ലിപ്സ്റ്റിക്കിന്റെ ബേസ് ആയിട്ട് ഇത് തന്നെ ആയിരിക്കും ഇടുന്നത്, അവിടെ തന്നെ ഇരിക്കും, അത്രയ്ക്ക് നല്ല ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. പിന്നെ യൂസ് ചെയ്തത് സഫോറയുടെ ഈ ഷെയ്ഡ് നമ്പർ 8 ആണ്. അത് നല്ല റിച്ച് ആൻഡ് ക്രീമി ടെക്സ്ചറിൽ ഒരു റെഡ് വൈൻ എന്നൊക്കെ പറയത്തില്ല, നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക് ആയിരുന്നേ. ലാസ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് മേക്കപ്പ് അങ്ങ് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത്, കല്യാണ ടൈമിൽ വാങ്ങിച്ച സ്ട്രെയിറ്റ്നർ ആണ്. അതിൽ സ്ട്രെയിറ്റ്നറും കേളും അതേപോലെ ക്രിമ്പും ഒക്കെ ഉള്ളതാണ്. ഫസ്റ്റ് ടൈമാണ് ഇത്ര നാളും അത് വെച്ചുകൊണ്ടിരുന്നിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ അത് വെച്ച് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത് വെക്കുന്നത്. സ്ട്രെയിറ്റ് ചെയ്തത് അത്യാവശ്യം നല്ല പോലെ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മറ്റേ ക്രിമ്പ് ചെയ്യുന്നതും കേൾ ചെയ്യുന്നതും മാക്സിമം ഒരു 3-4 മണിക്കൂർ അത്ര തന്നെ കിട്ടുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ആക്സസറീസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കി. ആ വളയും അതേപോലെ കമ്മലും മാലയൊക്കെ ഞാൻ ഇത്താൻ്റെ അടിച്ച് മാറ്റിയത് തന്നെയാണ്. ലാസ്റ്റ് ആ ഒരു ബ്ലാക്ക് മാല എടുത്ത് വെച്ച് നോക്കിയേ. അത് രണ്ട് സെപ്പറേറ്റ് മാലയായിരുന്നു, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇട്ടപ്പോൾ. പിന്നെ ആ ഒരു ബ്ലാക്കും അതേപോലെ വൈറ്റും കൂടെ ചേർന്ന ഒരു കമ്മലും കൂടെ ഒക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു എന്താ പറയുക ആക്സസറീസിൻ്റെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഒരു റിങ്ങും ഇട്ടായിരുന്നു. ആ സ്പ്രേ ഈ ഇട ഏതോ മാളിപ്പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു, നല്ല സ്മെല്ലുണ്ടായിരുന്നു. അത് ദേഹം മൊത്തം എടുത്ത് വെച്ചിട്ട് അച്ചറം പുച്ചാണ് അടിച്ചേ. പിന്നെ ആസ് യൂഷ്വൽ ക്യാമറയുടെ മുന്നിലുള്ള ഷോ ഞാനൊരു ഓപ്പൺ ബാർദായിരുന്നു ഇട്ടിരുന്നത്. അതിൻ്റെ അടിയിലുള്ള ഒരു ബ്ലാക്ക് ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ആ ഒരു എന്താ പറയുക ഒരു ഷാളും പർദ്ദയ്ക്ക് ചേർന്നിട്ടുള്ള ഒരു ഷാളും ഇട്ടിട്ടുണ്ടായിരുന്നേ.